കൊന്നിച്ചോ മീനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ് എന്ന സീരീസിന്റെ എപ്പിസോഡ് 2 മലയാളം ആനിമി എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. കാര്യം ഈ സീരീസ് കാണുന്ന പലർക്കും പല ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ ആനിമി എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാം ക്ലിയർ ആകുന്നതാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എപ്പിസോഡ് 1 നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നാം. ഞാൻ എന്തായാലും കമന്റ് ബോക്സ് അത് പിൻ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇന്നലെ നമ്മുടെ ടീൻ അവന് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഹൗണ്ട് പോഡ് എന്ന് പറഞ്ഞ ഒരു ബാറിലേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് കയറാൻ നേരത്ത് ആ ഒരു ബാർ ടെൻഡർ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആര് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്? ട്വിൻസ്മിത്ത്. ആ പേര് കേട്ടപ്പോൾ തന്നെ അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ടാട്ടെ ഒരു ലിഫ്റ്റിലേക്ക് കയറ്റി വിടുന്നുണ്ട്. ആ ലിഫ്റ്റ് കയറി ആ ഡോറ് തുറയാൻ നേരത്ത് അവൻ പിന്നെ കാണുന്നത് ഒരു ഫ്രണ്ട് ഓഫീസായിരുന്നു. അവിടെയാട്ടെ അവൻ പോയി അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആ ഫ്രണ്ട് ഓഫീസറുണ്ടായിരുന്ന ആ ഒരു പെൺകൊച്ചിൻ്റെ പുറകിൽ ആ ഒരു വലിയ ഡോർ തുറയാൻ തുടങ്ങും. എന്നിട്ട് അവൾ അവനെ വിളിക്കുന്നുണ്ട്, ബാ എൻ്റെ കൂടെ പോരി, നമുക്ക് ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ സ്ഥലത്തിൻ്റെ അകത്തൂടെ കുറച്ച് ദൂരം നടക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുകയും ചെയ്യും, ക്യാപ്റ്റൻ്റെ റൂം നേരെ കാണുന്നതാണ്, താങ്കൾക്ക് എന്തായാലും അവിടേക്ക് കയറാവുന്നതാണ്. പുള്ളിക്കാരനായിട്ട് പതുക്കെ നടന്ന് ആ റൂമിൻ്റെ അതിലേക്ക് കയറുന്നുണ്ട്. അവിടെയായിട്ട് നമ്മുടെ ഡിന്നുണ്ടായിരുന്നു, ചുരുക്കം പറഞ്ഞാൽ ആ ക്യാപ്റ്റൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ക്ലെൻ, ഞാൻ നിന്നെ യൂണിറ്റ് 7 ചേർക്കാൻ പോകുന്നത്. പിന്നെ ചർച്ച് ഓഫ് എവർനൈറ്റ് ഗോഡസിൻ്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ സൂപ്പർ നാച്ചുറൽ ഇൻസിഡൻറ്റിൻ്റെ മെയിനായിട്ടും ട്രാക്കിംഗ് ടീമിലായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നിട്ട് പതുക്കെ അവനെയും വിളിച്ചിട്ട് മറ്റൊരു റൂമിലേക്ക് കയറുന്നുണ്ട്. ആ റൂമിലാട്ടെ ഇഷ്ടം പോലെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലെൻ, ഇവരെല്ലാം ഇതിനു മുമ്പ് ജീവൻ നഷ്ടപ്പെട്ട നൈറ്റ് ഹോക്കേഴ്സാണ്. അവരായിരുന്നു ഇവിടുത്തെ എല്ലാം. ഈ ടിങ്കൻ സിറ്റിയുടെ അടുത്തറയും അവരെല്ലാമാണ്. സോ ഇവരുടെ പാതയിലൂടെയായിരിക്കും നീ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. നമ്മൾ മനുഷ്യർ മിസ്റ്റിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് പോഷൻസ് നിർമ്മിക്കുന്നുണ്ട്. അത് കഴിക്കുന്നതിലൂടെ നമ്മൾ പാത്വേഴ്സിലേക്ക് ചെന്ന് പവേഴ്സ് ഗെയിൻ ചെയ്യുന്നതാണ്. പാത്വേഴ്സ് ഹാങ്ഡ് മാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. മൊത്തം 22 പാത്വേഴ്സാണുള്ളത്. എവർഗ്രീൻ ഗോഡസിൻ്റെ 4 പാത്വേഴ്സിലോട്ടുള്ള സീക്വൻസ് 9 പോർഷൻസ് ഉണ്ട്. അതിൽ കോപ്സ് കളക്ടർ ഒരു സെൽഫ് ഡിഫൻസ് ആണ്. ബാക്കിയുള്ള മിസ്ത്രി, പ്രയർ ആൻഡ് സീർ എന്ന് പറയുന്നത് മിസ്റ്റിസം അഡ്വാൻസ്മെന്റിൽ ഉള്ളതാണ്. നിനക്ക് സീർ പാത്വേ ആയിരിക്കും ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നീ ഇപ്പോൾ തീരുമാനിക്കേണ്ട. എന്തായാലും ആൽക്കറി റൂമിലേക്ക് ചെല്ലി. അവിടെ ഓൾഡ് മാൻ നേരിലിരിപ്പുണ്ട്. പുള്ളിക്കാരൻ നിനക്ക് അനുയോജ്യമായ ഒരു സാധനം തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അങ്ങനെ ക്യാപ്റ്റന്റെ വാക്കുകൾ കേട്ടിട്ട് അവൻ അവിടേക്ക് പോകുവാണ്. ഈ സമയത്ത് തന്നെ അവൻ നല്ല ഡൗട്ടുണ്ട്, ഈ 4 എണ്ണത്തിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്ന്. അങ്ങനെ ആ റൂമിൻ്റെ അകത്തേക്ക് അവൻ കയറുന്നുണ്ട്. അവിടെയായിട്ട് ആ ഓൾഡ് മാൻ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ക്ലെൻ വരൂ, എന്നോട് നിന്നെപ്പറ്റി അവൻ പറഞ്ഞിരുന്നു. നീ എന്തെങ്കിലും സീക്വൻസ് എടുക്കാനല്ലേ ഇവിടേക്ക് വന്നത്? അല്ല, നീ ഏതെടുക്കണമെന്ന് തീരുമാനിച്ചോ? അതിനു മുമ്പ് നീ ഒരു ഹിസ്റ്ററി ഗ്രാജുവേറ്റ് അല്ലേ? അതെ, ഞാൻ ഹിസ്റ്ററിയൊക്കെ പഠിച്ചിരുന്നു. ആണല്ലേ? എങ്കിൽ നീ ഇതൊന്ന് നോക്കിയേ. ഇത് എംപറർ റൊസലിൻ്റെ ഒരു ബുക്കാണ്. നീ എന്തായാലും ഇതൊന്ന് നോക്ക്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാനിതെല്ലാം കണ്ടുപിടിച്ചത്. എന്തായാലും 150 വർഷം പഴക്കമുള്ള സ്ട്രേഞ്ചറുള്ള മിസ്റ്റിക് പവേഴ്സുള്ള സിമ്പിൾസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കുറച്ചൊക്കെ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പർ കാണുന്ന നമ്മുടെ ക്ലെൻ ഞെട്ടിപ്പോയി. കാര്യം അത് സിംപ്ലിഫൈഡ് ചൈനീസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെയാണ് വായിക്കാൻ തുടങ്ങും. പോർഷൻസ് എന്ന് പറയുന്നത് അവരുടെ കോറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അത് പവർ കിട്ടുന്നത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ചധികം രഹസ്യങ്ങളുമുണ്ട്. ഇതെന്തായാലും നന്നായി. എനിക്കിത് വായിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉപകാരം കിട്ടും. എനിക്ക് കുറച്ചുകൂടെ ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴി തന്നെയായിരിക്കും ഇത്. കൃത്യമായി പറഞ്ഞാൽ എംപററിൻ്റെ ഒരു ഡയറി ആയിരുന്നു അത്. എംപറർ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്, ഞാനിന്ന് ചൂസ് ചെയ്ത ചോയ്സ് തെറ്റായിരുന്നു. ഒരിക്കലും ഞാനത് തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. സീർ അല്ലെങ്കിൽ മറുണ്ടിയർ മാത്രമായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. കാര്യം അതാണ് ഏറ്റവും ബെറ്റർ ആയുള്ള ചോയ്സ്. ക്ലെൻ എന്തു പറ്റി? അല്ല, അത് പിന്നെ ഇത് ഞാൻ വായിച്ച് അവിടെ ഇരുന്ന് പോയതാണ്. എനിക്കിത് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ആ ഓൾഡ് മാൻ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയുകയും ചെയ്യും, അല്ലെങ്കിലും യങ്സ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അവർക്ക് എല്ലാം സാധിക്കുന്നതാണ് അവരുടെ ഒരു തീരുമാനം. അല്ല, പറഞ്ഞതുപോലെ നിന്റെ ഒരു പോർഷൻ നമുക്ക് നോക്കണ്ടേ? നിനക്ക് ഏത് വേണം? ഒരു കാര്യം ചെയ്യാം, എല്ലാ സീക്വൻസിനെ പറ്റി ഞാൻ നിനക്കൊന്ന് പറഞ്ഞു തരാം. അല്ല, എനിക്ക് വേണ്ടത് സീറാണ്. സീറോ? അല്ല, നിനക്ക് ഉറപ്പല്ലേ? കാര്യം നീ ഒരു തവണ അതിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് പിന്നോട്ട് വരാൻ പറ്റത്തില്ല. അതെ, ഉറപ്പാണ്. ഞാൻ സീർ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ പോയി ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്താട്ടെ കുറച്ചധികം റെയറായുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു പോർഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലെന്നിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു പോർഷൻ നീട്ടിയിട്ടുണ്ട്. പക്ഷേ അവനാട്ടെ നല്ല ഡൗട്ടുണ്ട്, ഇതെനിക്ക് കഴിക്കാൻ സാധിക്കുമോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും പറ്റുമോ? ക്ലെൻ, മടിക്കേണ്ട. നീ മടിച്ചാൽ നിനക്ക് അത് നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ നീ അത് ഒന്നും ആലോചിക്കാതെ കഴിക്കാൻ നോക്ക്. ക്ലെന്നാട്ടെ പെട്ടെന്ന് അതെടുത്ത് കുടിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വരുന്നുണ്ടായിരുന്നു. അവൻ്റെ DNA എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്. ചുറ്റുമുള്ള എല്ലാം ബ്ലറായി. ക്ലെൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ലോകത്ത് എല്ലാവരുടെയും കയ്യിലുള്ള, അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിലുള്ള എന്തിനെങ്കിലും പറ്റി നീ ഒന്ന് ആലോചിച്ച്. അവനങ്ങനെ ഒരു ഹാറ്റാണ് ആലോചിക്കുന്നത്. കൊള്ളാം. ഇനി ഈ ലോകത്ത് ഇല്ലാത്തതിനെ പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
പെട്ടെന്ന് തന്നെ അവൻ ആലോചിക്കുന്നത് ഒരു വലിയൊരു മിസൈലായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരൻ മറ്റ് നിരവധി ഐറ്റംസ് ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലോകത്തുള്ള എന്നാൽ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത പലതിനെ പറ്റി പുള്ളിക്കാരൻ ആലോചിക്കാൻ തുടങ്ങും. ആ ഒരു പവർ എന്ന് പറയുന്നത് മികച്ചതായിരുന്നു. കാര്യം എല്ലാവർക്കും മനസ്സിലായി അവിടെ എന്തൊരു പ്രശ്നമുണ്ടെന്ന കാര്യം. അത്രത്തോളം പവറാണ് ഇപ്പോൾ ക്ലെനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവസാനം അവൻ ആ പവറിനെ കീഴടക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് ക്ലെൻ, നീ ആ പവറിനെ അതിജീവിച്ചിരിക്കുന്നു. നിനക്ക് എൻ്റെ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യസ്തത തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. അതിൻ്റെ പേരാണ് സ്പിരിറ്റ് വിഷൻ. നിനക്ക് എൻ്റെ ഹെൽത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ തല വേദനിക്കാൻ തുടങ്ങും. നീ ഓവർ യൂസ് ചെയ്യേണ്ട. നീ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിനക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഐബ്രോസിൻ്റെ ഇടയിൽ 2 തവണ തട്ടി ആ ഒരു സ്പിരിറ്റ് വിഷൻ ഓണും ഓഫ് ആക്കാൻ നോക്ക്. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് ഓഫാകുകയും ചെയ്യും. അതേപോലെ ക്ലെൻ, നിനക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഡൗസിംഗ് റോഡും അതേപോലെ ബാക്കിയുള്ള റിച്ചുലേഷൻ മാജിക്കും നിനക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി. പക്ഷേ പോകുന്നതിന് മുമ്പ് അവൻ്റെ ബാഡ്ജും അവൻ്റെ റെസിപ്റ്റ്സും പിന്നെ അവനൊരു ഗണ്ണും കൂടെ നൽകുന്നുണ്ട്. ഇതെല്ലാം ഇനി നിൻ്റെതാണ്. പിന്നെ ക്യാപ്റ്റൻ്റെ ഓഫീസിലാണ് അവൻ നിൽക്കുന്നത്. നെൽ പറഞ്ഞു, നീ നന്നായിട്ട് തന്നെ നിന്റെ പവേഴ്സ് അഡാപ്റ്റ് ചെയ്തെന്നാണ്. അതെ, എങ്കിൽ കേട്ടോളൂ. ബിയോണ്ടസിൻ്റെ ലോകത്ത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നീ ഇനി സൂക്ഷിക്കണം. കാര്യം നീ ഇനി പലതും കാണും, പലതും കേൾക്കും. പക്ഷേ അനാവശ്യമായ ഒരു സ്ഥലത്ത് പോലും നീ തലയിടരുത്, അല്ലെങ്കിൽ അത് നിന്റെ അവസാനമായിരിക്കും. പിന്നെ നീ ഒരു ഒഫീഷ്യൽ നൈറ്റ് ഹോക്ക് ആകുന്നതിന് മുമ്പ് നീ ഏകദേശം 2 ആഴ്ചയുള്ള ഒരു ക്ലർക്കായിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതെന്തായാലും നിന്റെ അഡ്വാൻസ് ആണ്. 12 പൗണ്ട്സ്. എന്ത് 12 പൗണ്ട്സോ? എൻ്റെ ബ്രദർ പോലും ഒരു വീക്കിൽ 6 പൗണ്ട്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനർത്ഥം ഞാനിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയെന്നല്ലേ? അങ്ങനെ ക്യാപ്റ്റൻ പറഞ്ഞ രീതിയിൽ അവനൊരു കടയിൽ പോയി ഒരു ചെറിയൊരു കമ്പ് മേടിക്കുന്നുണ്ട്. അതായത് അവൻ്റെ ജോലിക്ക് പറ്റിയ ഒരു കമ്പ്. പിന്നെ അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വെൽച്ച്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ ചുറ്റും നടക്കണം. അത് മാത്രമല്ല അതാണ് അവൻ്റെ ഡെയിലി ടാസ്കും. ആ ഒരു നോട്ട്ബുക്കിനെ പറ്റി എന്തെങ്കിലും ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരോട് പറയണം. ഈ സമയത്താണ് അവൻ്റെ ഫ്രണ്ടിൽ ഒരു കാരവാൻ വന്ന് നിൽക്കുന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ലിയോണോടായിരുന്നു. എലിയോട്ട്, ടൊബാക്കോ മെർച്ചൻ്റായുള്ള വിക്കറുടെ ഒരേ ഒരു മകൻ. അവനെ ഇന്നലെ മുതൽ കാണാതായി. കൃത്യമായി പറഞ്ഞാൽ ആരോ ഒരാൾ കിഡ്നാപ്പ് ചെയ്തു. അല്ല, നമ്മൾ ബിയോണ്ടേഴ്സിൻ്റെ ജോലിയല്ലേ നോർമലി എല്ലാ ദിവസവും ചെയ്യുന്നത്? അതെ, പക്ഷേ ഈ ഒരു ക്ലയൻറ്റ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതുമാത്രമല്ല ഒരു സീറാണ്. ഏറ്റവും നല്ല ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരാളും. എന്തായാലും നീ ഇതെന്തായാലും നോക്കിയേ, ഇതവൻ്റെ ക്ലോത്ത്സ് ആണ്. നീ എന്തായാലും പണി തുടങ്ങുമല്ലേ? അങ്ങനെ ആ ഒരു ക്ലോത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു ഡൗസിംഗ് റോഡ് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ എബിലിറ്റി അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ നാട് ഫുള്ള് അവന് സ്പിരിറ്റ് വിഷനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അവന് എലിയോട്ടിൻ്റെ ലൊക്കേഷൻ പറയുന്നുമുണ്ട്. ആ സമയത്ത് എലിയോട്ട് ഓടുന്നത് അവന് സ്പിരിറ്റ് വിഷനിലൂടെ കാണാൻ സാധിക്കും. അതായത് ഇതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എലിയോട്ടിൻ്റെ ലൊക്കേഷൻ അത് നേരെ പോകുക. അങ്ങനെ നേരെ പോകുന്നുണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ പല പല വഴി പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. അത് ഫ്രോസ്റ്റോൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് അവനുള്ളതെന്ന് മനസ്സിലായി. അവനങ്ങനെ മുകളിൽ ചെന്നുകൊണ്ട് വീണ്ടും ആ ഒരു റോഡ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് വീണ്ടും ആ റോഡ് വീഴുന്നത് ആ ഒരു റൂമിൻ്റെ ഫ്രണ്ടിലേക്കാണ്. വീണ്ടും സ്പിരിറ്റ് വിഷൻ യൂസ് ചെയ്ത് നോക്കാൻ നേരത്ത് അവൻ്റെ ഒരു കാര്യം മനസ്സിലായി. അകത്ത് 2 കിഡ്നാപ്പേഴ്സും നമ്മുടെ പയ്യനും ആ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ കിഡ്നാപ്പേഴ്സ് ആകട്ടെ എന്തോ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവർ ആ ഡോറും തുറന്ന് അകത്തേക്ക് കയറുവാണ്. അങ്ങനെ ലിയോണോട് അവിടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ വളരെ സിമ്പിളായിട്ട് തന്നെ അവരെ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ക്ലെൻ വന്ന് ആ ഒരു പയ്യനെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ രക്ഷിക്കാൻ വന്നതാണ്. ഈ സമയത്താണ് ഒരു തൂവൽ പതുക്കെ അവിടേക്ക് വരുന്നത്. ആ തൂവലട്ടെ ഈ കിഡ്നാപ്പേഴ്സിൻ്റെ മുകളിൽ വന്ന് നിന്ന് പൊട്ടുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഈ കിഡ്നാപ്പേഴ്സിന് എന്തൊക്കെ പറ്റുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ കമ്പൈനായി ഒരു വലിയൊരു മോൺസ്റ്ററായിട്ട് മാറും. ലിയോണോട് പറയുന്നുണ്ട്, സോ ഇത് നോർമൽ കിഡ്നാപ്പേഴ്സ് അല്ലായിരുന്നു. ഒരു മോൺസ്റ്ററായിട്ട് കൂടി അവനിൽ നിന്ന് തൊടാൻ പോലും ആ മോൺസ്റ്ററിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് മാഞ്ഞു പോകുന്നുണ്ട്. ഈ സമയത്ത് ക്ലെൻ പറയുന്നുണ്ട്, അതിവിടുന്ന് പോയല്ലോ. അല്ല ക്ലെൻ, നിനക്കത് ഉറപ്പാണോ? ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ നൈസിൽ ആ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് അവൻ്റെ പവർ അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു ക്ലെൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ ഒരു മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു മോൺസ്റ്ററിനെ നേരെ അവൻ അങ്ങോട്ട് വെടിവെക്കുന്നുണ്ട്. ആ വെടികൊണ്ട മോൺസ്റ്റർ പെട്ടെന്ന് വീണ്ടും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. ആ ഒരു വീട് പൊട്ടിച്ച് അത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്താണ് നമ്മുടെ ലിയോണാർഡ് പുള്ളിക്കാരൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഒരു വലിയൊരു ഗാർഡൻ വരും. ഗാർഡൻ എന്ന് വെച്ചാൽ വലിയൊരു ഗാർഡൻ, ചുമന്ന ഒരു ഗാർഡൻ. ആ ഗാർഡനിലുള്ള പല പല വള്ളികളും ആ ഒരു മോൺസ്റ്ററിനെ പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ അങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ ആ മോൺസ്റ്റർ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്.
ഈ സമയത്ത് ക്ലെന്നിന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവനും വന്ന് പറയുകയും ചെയ്യും, പേടിക്കണ്ട, മിഡ് നൈറ്റ് പോയം കേട്ട് കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ പോയാലും ഉറങ്ങിപ്പോകുന്നതാണ്. പെട്ടെന്ന് ക്ലെൻ അവൻ്റെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന ആ ഒരു ഡോർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. ക്ലെൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എന്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ പയ്യനെ അവൻ്റെ അച്ഛനോട് പറഞ്ഞയക്കുന്നുണ്ട്. അവർ രണ്ടുപേരോട്ട് ആ ഡിഫീറ്റ് ചെയ്യപ്പെട്ട മോൺസ്റ്ററിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, ക്ലെൻ എന്തായാലും നീ ഇവിടേക്ക് വരണ്ട, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ശരീരം മോശമാകുന്നതായിരിക്കും. അല്ല, ഇവർക്ക് എവിടെ നിന്നായിരിക്കും ഈ പവർ കിട്ടിയിട്ടുള്ളത്? അതുറപ്പല്ലേ ഹൈവയർ അവനായിരിക്കും ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ നീ എന്തായാലും നല്ല ഭാഗ്യമുള്ളവനാണ് കേട്ടോ. കാര്യം ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ റെയറായിട്ടാണ് ഈ ഫസ്റ്റ് ടൈംസ് ഇതേപോലെയുള്ള ബിയോണ്ട് ഡേസിൻ്റെ ഫ്രണ്ടിൽ പോയി ചാടുന്നത്. എന്തായാലും ക്ലെൻ നീയുമായിട്ട് വർക്ക് ചെയ്തതിൽ സന്തോഷം, ക്ലെൻ മൊറാറ്റി. അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുവാണ്. അതായത് ക്ലെൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ വീടിൻ്റെ ആ ഹാൾവേയിൽ വെച്ച് അവൻ പറയുന്നുണ്ട്, മെല്ലിക്കെങ്ങാനും എനിക്കൊരു ജോലി കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഡോർ തുറക്കാൻ നേരത്താണ് അവൻ ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം അവൻ വീണ്ടും തിരിച്ച് അവർ കിഡ്നാപ്പിംഗ് നടന്ന വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. തിരിച്ചോടാൻ നോക്കിയിട്ടും അതേ വീട് തന്നെ. അവന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് അവൻ നേരത്തെ ശ്രദ്ധിച്ച ഒരു ഡോർ കാണുന്നത്. ആ ഡോറിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ ആ ഡോറിൻ്റെ അടുത്തേക്ക് നടക്കും. അത് തുറക്കാൻ നേരത്ത് അവിടെ ഒരു റൂമും ആ റൂമിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു ബുക്കും ഇരിപ്പുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ പേജുകൾ നല്ല സ്പീഡിൽ മാറിയുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. അതിൻ്റെ അകത്ത് ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, എല്ലാവരും മരിക്കും, നീയും ഞാനും എല്ലാവരും മരിക്കും. പെട്ടെന്നായിരുന്നു അവൻ ഞെട്ടി എഴുന്നേറ്റത്. ആ ഞെട്ടി എഴുന്നേറ്റപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, അതൊരു സ്വപ്നമായിരുന്നു. പക്ഷേ ആൻറ്റിഗ്യൂസ് ഫാമിലിയെ പറ്റിയുള്ള എന്തോ ഒരു ക്ലൂ ആ വീട്ടിലുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൻ ക്രെഡിറ്റ് സീനാണ്. നമ്മുടെ ക്ലെന്നിപ്പോൾ ഒരു ജോലിക്കാരനായതുകൊണ്ട് തന്നെ അവനൊരു പുതിയ വീട് മേടിച്ചിട്ടുണ്ട്. അവൻ്റെ ബ്രദറിനെ അവൻ്റെ സിസ്റ്ററിനെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് അവൻ്റെ ബ്രദറായുള്ള ബെൻസൺ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്ലെൻ്റെ ഏറ്റവും പുതിയ ഡ്രസ്സായിരുന്നു. അതവന് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നുണ്ട്.